ഈ മന്ത്രം ജപിച്ചോളൂ, സകല പാപങ്ങളും അകലും. ഭഗവാൻ വിഷ്ണുവിന്റെ മൂലമന്ത്രമാണ് അഷ്ടാക്ഷരി മന്ത്രം അഥവാ അഷ്ടാക്ഷര മന്ത്രം. ഓം നമോ നാരായണായ എന്ന 8 അക്ഷരങ്ങൾ അടങ്ങിയ മന്ത്രമായതിനാലാണ് ഈ നാമം ലഭിച്ചത്. സിദ്ധമന്ത്രമാണിത്. സിദ്ധമന്ത്രങ്ങൾ ജപിക്കുന്നതിന് ഗുരുമുഖത്തു നിന്ന് ഉപദേശം സ്വീകരിക്കേണ്ടതില്ല എന്ന പ്രത്യേകതയുണ്ട്. മന്ത്രങ്ങളെല്ലാം ഓം എന്ന പ്രണവമന്ത്രം ചേർത്താണ് ജപിക്കുന്നത്. ആ, ഉ, മ എന്നീ അക്ഷരങ്ങൾ ചേർന്നാണല്ലോ ഓം എന്ന അക്ഷരം രൂപം കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആ വിഷ്ണുവിനെയും ഉ ശിവനെയും മ ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു. ഈ ഓംകാര മന്ത്രം കൂടി ചേർന്നാലേ അഷ്ടാക്ഷരി മന്ത്രത്തിൽ 8 അക്ഷരമാകുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഓംകാരം അഷ്ടാക്ഷര മന്ത്രത്തിലെ അവിഭാജ്യ ഘടകമാണ്. അഷ്ടാക്ഷരി മന്ത്രത്തിലെ ഓരോ അക്ഷരവും അഷ്ടപ്രകൃതികളെയാണ് സൂചിപ്പിക്കുന്നത്. പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയെയും മനസ്സ്, ബുദ്ധി, ചിന്ത എന്നിവയെയും ചേർത്ത് പറയുന്നതാണ് അഷ്ടപ്രകൃതി. അതിനാൽ ഈ മന്ത്രം ഭക്തിയോടെ ജപിച്ചു പോന്നാൽ അഷ്ടപ്രകൃതികൾ നമുക്ക് അനുകൂലമാകുകയും ജീവിതത്തിൽ മനഃശാന്തിയും നന്മയും രോഗശാന്തിയും ലഭിക്കുകയും ചെയ്യുന്നു. സർവ്വ ഐശ്വര്യങ്ങളുടെയും കാരകനായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു വേണം ഈ മന്ത്രം ജപിക്കാൻ. അഭീഷ്ടസിദ്ധിക്കായി നിത്യേന 108 തവണ ജപിക്കുന്നതാണ് ശ്രേഷ്ഠം. വ്യാഴദശാകാല ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് അഷ്ടാക്ഷരി മന്ത്രജപം. ഈ മന്ത്രജപം ഭക്തന്റെ സകല പാപങ്ങളെയും കഴുകിക്കളയുമെന്നാണ് വിശ്വാസം.